Okay, now we are going to analyze a new poem, Old Fox Love, മായ ഏഞ്ചലോ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കവിത എന്ന് പറയുന്നത് ഓൾഡ് ഫോക്സ് ലവ്, വൃദ്ധന്മാരുടെ ചിരി, നിഷ്കളങ്കമായിട്ടുള്ള ചിരി എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ. ഇറ്റ് വാസ് റിട്ടൺ ബൈ മായ ഏഞ്ചലോ. Maya Angelou was born on April 4, 1928 as Margaret Ann Johnson in St. Louis, Missouri, അമേരിക്ക. ആദ്യത്തെ നമുക്ക് കാണുന്നത് മായ ഏഞ്ചലോ എന്നാണ് ജനിച്ചത് എന്നുള്ളതാണ്. ഷി വാസ് ബോൺ ഓൺ April 4, 1928 ആൻഡ് ഹെർ ഫുൾ നെയിം വാസ് മാർഗരറ്റ് ആൻ ജോൺസൺ. അവരുടെ പൂർണ്ണമായ പേരാണത് പറയുന്നത്. ആൻഡ് ഷി വാസ് ബോൺ ഇൻ സെയിൻറ്റ് ലൂയിസ്, മിസൗറി, അമേരിക്ക. അമേരിക്കയിലെ മിസൗറിയിലാണ് അവർ ജനിക്കുന്നത്. ഷി ഹാസ് എ കരിയർ ദാറ്റ് സ്പാൻസ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഫഷൻസ് ആസ് എൻ ഓഥർ, പോയറ്റ്, ഹിസ്റ്റോറിയൻ, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, പ്രൊഡ്യൂസർ, director, singer and dancer. And here we'll be getting an idea and exact details about the poet. ഈ പോയറ്റിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടുകയാണ്. The range of professions. The range of her professions as an author, poet, historian, ഒരു കവിയാണ്, എഴുത്തുകാരിയാണ്, ചരിത്രകാരിയാണ്, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ, സിംഗർ ആൻഡ് ഡാൻസർ. ഈ മേഖലയിലൊക്കെ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ പൗരസമിതി, പൗരപ്രസ്ഥാനങ്ങളിലൊക്കെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒക്കെ. ഷി ഹാസ് റിട്ടൺ 7 ഓട്ടോബയോഗ്രഫീസ് ആൻഡ് സെവറൽ വോള്യൂംസ് ഓഫ് പോയട്രി. 7 ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. ഓട്ടോബയോഗ്രഫി മീൻസ് the work which portrays or which describes about the poet herself. ആത്മകഥ, 7 autobiographies and several volumes of poetry. മാത്രവുമല്ല ഒരുപാട് കവിതകളുടെ കളക്ഷൻസ്. പോയട്രി മീൻസ് ദ കളക്ഷൻ ഓഫ് പോംസ്. കവിതകളുടെ കളക്ഷനെയാണ് പോയട്രി എന്ന് പറയുന്നത്. അതും ഇവരൊരുപാട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. She was a spokesperson for the blacks and the women. നോക്കൂ, ഷി വാസ് എ സ്പോക്സ് പേഴ്സൺ. ഇവരായിരുന്നു ഒരു സംസാര ശബ്ദം എന്ന് പറയുന്നത്. ഒരു ശബ്ദമായിരുന്നു ഇവർ. ഫോർ ദ ബ്ലാക്സ് ആൻഡ് ദ വിമൻ, കറുത്ത വർഗക്കാർക്കും അതുപോലെ സ്ത്രീകൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു കവിയായിരുന്നു ഇവർ. ഷി വാസ് എൻ ആർഡന്റ് സപ്പോർട്ടർ ഫോർ ദ ബ്ലാക്സ്, ഫോർ ദ ബ്ലാക്ക് പീപ്പിൾ ആൻഡ് ദ വിമൻ. 2 for her most loved poems are. ഇവരുടെ 2 പ്രധാനപ്പെട്ട കവിതകൾ എന്ന് പറയുന്നത് ഫിനോമിനൽ വിമൻ ആൻഡ് സ്റ്റിൽ ഐ റൈസ്. ഈ 2 കവിതകൾ ഇവരുടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോംസ് ഓഫ് മായ ഏഞ്ചലോ, ഫിനോമിനൽ വിമൻ ആൻഡ് സ്റ്റിൽ ഐ റൈസ്. ദീസ് പോംസ് depict an image of universal women. അപ്പോൾ ഈ കവിതകളിലൊക്കെ നമുക്ക് കാണുന്നത്, എസ്പെഷ്യലി ഇൻ ദ പോംസ് ഫിനോമിനൽ വിമൻ ആൻഡ് സ്റ്റിൽ ഐ റൈസ്, ഈ കവിതകളിൽ നമുക്ക് കാണുന്ന ഒരു തീം എന്ന് പറയുന്നത് ഇറ്റ് ഡെപിക്ട്സ് ആൻ ഇമേജ് ഓഫ് യൂണിവേഴ്സൽ വിമൻ. സ്ത്രീകളുടെ വിഷയത്തെക്കുറിച്ചാണ്. യൂണിവേഴ്സൽ വിമൻ. വിമൻ ആർ ഈക്വൽ ബിഫോർ മെൻ. വിമൻ ഹാസ് ടു ഗെറ്റ് ഈക്വൽ റൈറ്റ്സ് ഇൻ ദ സൊസൈറ്റി എന്നുള്ള രീതിയിൽ. യൂണിവേഴ്സൽ വിമൻ ഹു ഈസ് എ പാരഗൺ ഓഫ് സ്ട്രെങ്ത് ആൻഡ് പ്രൈഡ്. സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ പാരഗൺ, പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് സ്ട്രെങ്ത് ആൻഡ് പ്രൈഡ്. ശക്തിയുടെയും അഭിമാനത്തിൻ്റെയും ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. ഏഞ്ചലോ വാസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു ദ നോഷൻ ഓഫ് റൈസിങ് ആൻഡ് ഹെൻസ് ദ വേർഡ് റൈസ് ഈസ് റിപ്പീറ്റഡ് 10 times ഇൻ ലാറ്റർ പോം. ഏഞ്ചലോ തൻ്റെ കവിതകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത്
She was strongly attracted to the notion. She was strongly attracted to the concept of rising. ഉയർത്തെഴുന്നേൽക്കുക എന്നർത്ഥം വരുന്ന റൈസിങ്, റിവോൾട്ട്, വിപ്ലവം, റെബല്യൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ റൈസിങ് എന്നുള്ള വാക്ക് ഇവരുടെ കവിതകളിൽ പലപ്പോഴായിട്ട് കാണാം. സോ റൈസ് ഈസ് റിപ്പീറ്റഡ് 10 times ഇൻ ദ ലാറ്റർ പോം. സ്റ്റിൽ ഐ റൈസ് എന്നുള്ള കവിതയിൽ തന്നെ റൈസിങ് എന്നുള്ള പദം 10 times, ഇറ്റ് ഈസ് റിപ്പീറ്റഡ് 10 times, 10ഓളം പ്രാവശ്യം അത് ആവർത്തിച്ചു വരുന്നുണ്ട്. സോ റൈസിങ് ഇറ്റ് ഡിനോട്ട്സ്, ഇറ്റ്സ് എ കോൺസെപ്റ്റ്, ഇറ്റ്സ് എ നോഷൻ which denotes revolt or rebellion from the side of women folk. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നേറ്റം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. She was the first black woman poet to read her poem On the Pulse of Morning at the inauguration of President Bill Clinton in 1993, which intensified her popularity. And here we see that she was the first black woman poet, and she could read her poem On the Pulse of Morning at the inauguration of President Bill Clinton in 1993. അപ്പോൾ ഇവരുടെ ഒരു കവിതയായിട്ടുള്ള ഓൺ ദ പൾസ് ഓഫ് മോർണിംഗ് എന്നുള്ളത് വായിക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് ലഭിക്കുകയാണ്. ഷി ഗോട്ട് an opportunity to read one of her poems on the pulse of morning. ആ കവിത വായിക്കുവാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുകയാണ്. അറ്റ് ദ ഇനാഗുറേഷൻ ഓഫ് പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇൻ 1993. പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഇനാഗുറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിൽ അത് വായിക്കുവാനുള്ള, ഇവരുടെ കവിത വായിക്കുവാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അതെന്തിന് കാരണമായി? വിച്ച് ഇൻറ്റൻസിഫൈഡ് ഹർ പോപ്പുലാരിറ്റി. ഇവരുടെ പ്രസിദ്ധി അങ്ങേയറ്റം ഇൻക്രീസ് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാൻ അത് കാരണമായി എന്നുള്ളതാണ്. ഏഞ്ചലോസ് മോസ്റ്റ് ഫേമസ് ഓട്ടോബയോഗ്രഫി. ഏഞ്ചലോയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫി നമ്മൾ പറഞ്ഞു. ഷീ ഹാഡ് റിട്ടൺ മോർ ദാൻ 7 ഓട്ടോബയോഗ്രഫീസ് ഇൻ ഹർ കാരിയർ. അവരുടെ കരിയറിൽ അവർ 7-ൽ കൂടുതൽ ഓട്ടോബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഓട്ടോബയോഗ്രഫി, ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഓട്ടോബയോഗ്രഫി. 1969 ഡിസ്ക്രൈബ്സ് എ ഷാറ്ററിങ് മൂവ്മെൻറ്റ് ഇൻ ഹർ ലൈഫ്. അതിലൂടെ നമുക്ക് അവർ ചിത്രീകരിക്കുന്നത് ദ ഷാറ്ററിങ് മൂവ്മെൻറ്റ്, എ ഡ്രെഡ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇൻ ഹർ ലൈഫ്. ജീവിതത്തിലെ അവരുടെ ക്രിറ്റിക്കൽ സ്റ്റേജസ് ഇൻ ഹർ ലൈഫ്, ക്രിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ, ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിച്ചു വന്നു, ആ ഡിഫിക്കൽട്ട് അറ്റ്മോസ്ഫിയേഴ്സ് ഇൻ ലൈഫ്, അതൊക്കെയാണ് അതിലൂടെ ചിത്രീകരിക്കുന്നത്. മായ ഏഞ്ചലോ was nominated for the National Book Award in 1970. ഇവർക്ക് കിട്ടിയ അവാർഡുകളെ കുറിച്ചാണ് പറയുന്നത്. നാഷണൽ ബുക്ക് അവാർഡ് ഇൻ 1970 and for the Pulitzer Prize in 1971. She has also received innumerable awards and honor and over 30 honorary degrees. ഇവർക്ക് ഒരുപാട് innumerable, countless awards and honor, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രത്തോളം അവാർഡുകളും ബഹുമതികളും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല ആൻഡ് ഓവർ 30 ഹോണററി ഡിഗ്രീസ്, 30ഓളം ഹോണററി ഡിഗ്രീസും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഹോണററി ഡിഗ്രി നമ്മളുടെ ഒരാളുടെ കഴിവിൻ്റെ ഭാഗമായിട്ട്, പ്രശസ്തിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഡിഗ്രീസാണ്. ഷി ഫേംലി ബിലീവ്ഡ് ദാറ്റ് ദ ഹോണററി ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഈസ് ലവ്. അവർ വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു തീം എന്ന് പറയുന്നത് ദ ഹോണററി ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ദ മെയിൻ ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഓർ ദ ഹ്യൂമൻ ബീയിങ്സ് ആർ ഒബ്ലൈജ്ഡ് ടു ഷോ ലവ് ആൻഡ് അഫെക്ഷൻ ടുവാർഡ്സ് ദെയർ ഫെല്ലോ ബീയിങ്സ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്നേഹമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. അതിലിവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. Now we are going to talk about the poem introduction. The poem's introduction we see first. The poem, it is nothing but Old Folks Love. Old Folks Love by Maya Angelou. അതാണ് നമ്മുടെ കവിത.
ആ കവിതയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. We go through the introduction first. The poem describes about old people who no longer practice simpering and feel free to love as they wish. The poem describes about old people. ഈ കവിതയിൽ ചിത്രീകരിക്കുന്നത് ഓൾഡ് പീപ്പിളിനെയാണ്. അവരുടെ ഓൾഡ് പീപ്പിൾ ലവ് എന്ന് തന്നെയാണ് കവിതയുടെ പേരും. So the poem describes about old people who no longer practice simpering. അവരുടെ ഒരവസ്ഥ എന്താ നോക്കൂ. These old people no longer practice simpering. Simpering means ingratiating smile. Ingratiating smile. Or what we can say, a silly smile that contains no emotion. അഥവാ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചിരിയൊക്കെ അവസാനിച്ചു പോയിട്ടുള്ള ഒരു കൂട്ടം വൃദ്ധരായിട്ടുള്ള ജനങ്ങളെയാണ് ഇതിലൂടെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ്. നോ ലോങ്ങർ പ്രാക്ടീസ് സിംപറിങ് ആൻഡ് ഫീൽ ഫ്രീ ടു ലവ് ആസ് ദ വിഷ്. മാത്രവുമല്ല, ഇപ്പോൾ അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്, വയസ്സായപ്പോൾ അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് ദ ഗോട്ട് ദ ഫ്രീഡം ടു ലവ് ആസ് ദ വിഷ്. അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നൊന്നും അവർ അതിനെക്കുറിച്ചൊന്നും ബോധ്യവാന്മാരല്ല. ദ വാണ്ട് ടു ലവ് ഫ്രീലി ആസ് ദ വിഷ്. ദ വാണ്ട് ടു സിംപർ. ദ വാണ്ട് ടു ഹാവ് എ സ്മൈൽ ഫ്രീലി ആസ് ദ വിഷ്. അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ചിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദ ഡോണ്ട് ബോദർ വാട്ട് അതേഴ്സ് വിൽ ഫീൽ അബൌട്ട് ദം. ബാക്കിയുള്ളവർ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. They don't bother the people around them. അവർക്ക് ചുറ്റുമുള്ള ആളുകളെ അവർ ശ്രദ്ധിക്കുന്നില്ല. Their laugh is an act of liberation. അവരുടെ ചിരി എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ അവർക്കുള്ളൊരു സ്വാതന്ത്ര്യമാണ്. Maybe they had confined all the difficulties, or they have confined all the obstacles in the society when they were young. അങ്ങനെ യുവാക്കളായിരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു കാണണം സമൂഹത്തിൽ. പക്ഷെ ഇപ്പോൾ വൃദ്ധന്മാരായപ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാം, ദേ ഹാവ് ബീൻ നെഗ്ലക്റ്റഡ് ബൈ ദ സൊസൈറ്റി. സമൂഹം അവരെ അവഗണിച്ചു എന്നുള്ളത്. പക്ഷേ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺസെപ്റ്റില്, ദ ഡോണ്ട് ബോദർ ദ പീപ്പിൾ അറൗണ്ട് ദം. അവരാരെക്കുറിച്ചും ചിന്തിക്കുന്നില്ല. ദർ ലവ് ഇസ് ആൻ ആക്ട് ഓഫ് ലിബറേഷൻ. അവരുടെ ചിരി എന്ന് പറയുന്നത് തന്നെ ഒരു സ്വാതന്ത്ര്യമാണ്. Their only weakness are slow movements and inability to hold their head steadily. അവർക്കുള്ള ഒരേ ഒരു ദൗർബല്യം എന്ന് പറയുന്നത്, the only weakness is their slow movements. അവർക്ക് മറ്റുള്ള യുവാക്കളെ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുവാനോ നടക്കുവാനോ ഉള്ള കഴിവില്ല എന്നുള്ളതാണ്. സ്ലോ മൂവ്മെന്റ്സ് ആൻഡ് ഇന്നബിലിറ്റി ടു ഹോൾഡ് their heads steadily. വൃദ്ധന്മാരെ നമുക്കറിയാം, അവരുടെ കഴുത്തിന് വേണ്ടത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് നിന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് ചെരിയും, അല്ലെങ്കിൽ മറുഭാഗത്തേക്ക് ചെരിയും. അത്തരം ഒരു വീക്ക്നെസ് മാത്രമേ അവർക്കുള്ളൂ. ദ ഓൺലി വീക്ക്നെസ് ആർ ദിയർ സ്ലോ മൂവ്മെന്റ്സ് ആൻഡ് ഇനബിലിറ്റി ടു ഹോൾഡ് ദിയർ ഹെഡ്സ് സ്റ്റെഡിലി. അപ്പാർട്ട് ഫ്രം ദീസ്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ, ദ ഡോണ്ട് ബോദർ ദ പീപ്പിൾ അറൗണ്ട് ദം. അവർ ചുറ്റുപാടുമുള്ള ജനങ്ങളെയോ അന്തരീക്ഷത്തെയോ പരിഗണിക്കുന്നില്ല. Their love is an act of liberation. They wanted to love freely as they wish. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. They teach how to love free and welcome death, which will release them from all impediments. They teach how to love free. And of course, here in this poem, we get an idea that teach the younger people, that teach the youth how to love freely. എങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ചിരിക്കാം എന്നുള്ളത് യുവാക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അവരുടെ ചിരി എന്ന് പറയുന്നത് തന്നെ ultimately it gives what we can say an exact idea, or ultimately they are providing a platform for the youth people to learn how to love freely before the society. സമൂഹത്തിന് മുമ്പിൽ എങ്ങനെ വളരെ സ്വതന്ത്രമായിട്ട് ചിരിക്കാം എന്നുള്ളത് പഠിപ്പിക്കുകയാണ്.
നമുക്കറിയാം, ഒരുപക്ഷെ നമ്മൾ വൺസ് അപ്പോൺ എ ടൈമിൽ ഗബ്രിയേൽ ഇമമോറ്റിമിയൊക്കെ തൻ്റെ മകനോട് ചോദിക്കുന്നുണ്ട്, ഐ വാണ്ട് ടു ലവ് ലൈക്ക് യു മൈ ഡിയർ സൺ. നിന്നെപ്പോലെ ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ വാണ്ടഡ് ടു ബി വാട്ട് ഐ യൂസ് ടു ബി വെൻ ഐ വാസ് ലൈക്ക് യു മൈ ഡിയർ സൺ. ഒരു കാലത്ത് ഞാൻ നിന്നെപ്പോലെ എങ്ങനെയായിരുന്നു അതുപോലെ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഇവിടെ ദ ഓൾഡ് പീപ്പിൾ പ്രൊവൈഡ്സ് എ ലെസൺ ഫോർ ദ യങ്ങർ ജനറേഷൻ ഹൗ ടു ലവ് ഫ്രീലി ആൻഡ് ഹൗ ടു ലവ് ഹാർട്ട്ലി. എങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചിരി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. ആൻഡ് വെൽക്കം ഡെത്ത് വിച്ച് വിൽ റിലീസ് ദം ഫ്രം ഓൾ ഇംപെഡിമെന്റ്സ്. മാത്രമല്ല അവരിങ്ങനെ ആഹ്ലാദിച്ച് ചിരിക്കുന്നത് എന്ന് തന്നെ they invite death which will release them from all impediments or obstacles. അവർ മരണത്തെ തന്നെ സ്വീകരിക്കുന്നു, മരണത്തെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. മരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിലീസ് ഫ്രം ഓൾ ദ ഇംപെഡിമെന്റ്സ്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ളൊരു രക്ഷയാണ്. ആൻഡ് ഫൈനലി their experience of the world has made peace with all that has occurred in their lives. And finally, their experience of the world has made peace with all that has occurred in their lives. അവസാനം അവരുടെ ചിരിയിലൂടെ അവർ കാണിക്കുന്നത് അവർ ഈ ലോകത്തിനോട് തന്നെ എന്താ പറയുക, മാപ്പ് നൽകിയിരിക്കുന്നു. ലോകത്തിന് തന്നെ അവർക്കെതിരെ ചെയ്ത ക്രൂരതകൾക്കെല്ലാം ഇപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നു, മരണത്തെ കൈവരിക്കാൻ അവർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. The experience of the world, the bad experience they have come across from the world, altogether they have given forgiveness for them. അതിനൊക്കെ അവർ മാപ്പ് നൽകുകയാണ്. And they wanted to accept death. And death ultimately it is a release from all the impediments. മരണം എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നുമുള്ള ഒരു രക്ഷയുമാണ്. അപ്പോൾ അവര് ഒരു കാലത്ത് അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ സമൂഹത്തിനോട് അവർ തന്നെ മാപ്പ് നൽകുന്നതായിട്ടും ആ ചിരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. They themselves give pardon to the society, and the society which made them so much obstacles or hindrance in their lives. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്ത സമൂഹത്തിന് തന്നെ അവരൊരു മാപ്പ് നൽകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. The poem is written in free verse. ഈ പോം എന്ന് പറയുന്നതും ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. There is no as such rhyme scheme ഓ റൈമിംഗ് പാറ്റേണോ റൈമിംഗ് വേർഡ്സോ ഒന്നുമില്ല. There is no fixed rhyme structure ഒന്നുമില്ല. There is considerable variation in the line length. ഓരോ ലൈൻസിലും എല്ലാം കൃത്യമായ ലെങ്തോട് കൂടിയിട്ടാണ്, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ ഫ്രീ വേഴ്സ്. ലാർജ് പാർട്ട് ഈസ് റിട്ടൺ ഇൻ ഷോർട്ട് ലൈൻസ്. കൂടുതൽ ഭാഗവും എഴുതിയിട്ടുള്ളത് ചെറിയ ചെറിയ വരികളായിട്ടാണ്. യൂസിങ് റൺ ഓൺ ലൈൻസ് എന്ന് പറയുമ്പോൾ എൻജാംപ്മെന്റ് എന്ന് പറയും. എൻജാംപ്മെന്റ് എന്ന് പറഞ്ഞാൽ റൺ ഓൺ ലൈൻസ്, ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്ന വരികളാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Then poem. ഇനി ഈ കവിത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Old folks laugh. They have spent their content of simpering, holding their lips this and that way, winding the lines between their brows. Old folks allow their bellies to jiggle like slow tambourines. The hollies rise up and spill over any way they want. So they have spent their content of simpering. അവർ ചിലവഴിക്കുകയാണ് എന്നാണ് തുടങ്ങുന്നത്. They have spent, എന്താണ് അവർ ചിലവഴിക്കുന്നത്? Their content of simpering. Content means happiness. Simpering means laugh, ചിരി. Ingratiating smile, നല്ല ചുണ്ടുകളൊക്കെ വിടർത്തിയിട്ടുള്ള ചിരി. A silly smile that contains no emotion. ഉള്ളിൽ കപടമായ ചിന്തകളൊന്നുമില്ലാത്ത നിഷ്കളങ്കമായ ചിരി. അതിൽ നിന്നുമുള്ള സന്തോഷം അവരിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
They have spent their content of simpering. The old folks are experiencing the content of simpering, the ecstatic mood of simpering. ചിരിയുടെ ആ ഒരു ആസ്വാദനം അവർ എന്താ പറയാ, ചിരിയുടെ ആ ഒരു സന്തോഷം അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടന്റ് എന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സംതൃപ്തി. കോണ്ടന്റ് എന്ന് പറയുമ്പോൾ ഉള്ളടക്കം. അവരെങ്ങനെ ചിരിക്കും നോക്കൂ. ഹോൾഡിംഗ് ദെയർ ലിപ്സ് ദിസ് ആൻഡ് ദാറ്റ് വേ. ഹോൾഡിംഗ് ദെയർ ലിപ്സ് ദിസ് ആൻഡ് ദാറ്റ് വേ. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തുകയാണ്. ഒരു പക്ഷേ നമ്മൾ യുവാക്കളൊക്കെ ചിരിക്കുമ്പോൾ, when the youth are laughing before a society, when they give a smile before the society, they will be more cautious about their lips movement. നമ്മൾ യുവാക്കളൊക്കെ ഒരു സമൂഹത്തിന് മുൻപിൽ ചിരിക്കുമ്പോൾ, മറ്റുള്ള ആളുകളുടെ മുന്നിൽ ചിരിക്കുമ്പോൾ, നമ്മൾ ഒരു പക്ഷേ നമ്മളുടെ ചുണ്ടുകളുടെ ചലനത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാകും. നമ്മൾ തോന്നിയതുപോലെ ഒന്നും ചിരിക്കൂല, വളരെയധികം കർശനമായിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുക. പക്ഷേ ഇവരെ ഓൾഡ് ഫോക്സിനെ സംബന്ധിച്ചിടത്തോളം they are not at all bothering about the people around them. അവർക്ക് ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് പോലുമില്ല. ഹോൾഡിംഗ് their lips this and that way. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ചുണ്ടുകൾ അങ്ങോട്ടാക്കുന്നു ഇങ്ങോട്ടാക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ചിരിക്കുകയാണ്. winding the lines between their brows. winding the lines between their brows. അവർ ചിരിക്കുമ്പോൾ അവരുടെ നമ്മളെന്താ പറയുക, പുരികവുമൊക്കെ, അതൊക്കെ എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് ചിരിക്കുമ്പോൾ പുരികം ഇളകുന്നതും അത് പുരികം ഇങ്ങനെ ഇളകുന്നത് പോലെ തോന്നുന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത്. winding the lines between their brows. Of course there is a movement of the eyebrows. Of course there is the movement of the eyebrows, and it is winding and it is stretching. ഐബ്രോസ് വൈൻഡ് ചെയ്യുന്നതും സ്ട്രെച്ച് ചെയ്യുന്നതും ഒക്കെ കാണാം അവർ ചിരിക്കുമ്പോൾ. ഇറ്റ് ഓൾ ടുഗെദർ ഷോസ് the laugh or the smile heartily or the laugh or smile perfectly. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. മാത്രവുമല്ല, old folks allow their bellies to jiggle like slow tambourines. Old folks allow their bellies to jiggle like slow tambourines. When they laugh before the society, when they laugh wholeheartedly before the society, their bellies jiggle like a tambourine. അവർ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കുമ്പോൾ അവരുടെ വയറൊക്കെ, ബെല്ലീസ്, അവരുടെ വയറൊക്കെ എന്ത് ചെയ്യുന്നു, തമ്പുരു പോലെ, മദ്ദളം കൊട്ടുന്നത് പോലെ തോന്നുന്നു. അഥവാ ചിരിക്കുമ്പോൾ വയറൊക്കെ കുലുങ്ങുന്നത് പോലെ, വയറും കൂടെ ചിരിക്കുന്നത് പോലെ, എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നു എന്നുള്ളതാണ്. Tambourines. Tambourines means tamburu. The holies rise up and spill over any way they want. Holies means loud shouts made without any inhibitions. Loud shouts made without any shyness. നമ്മൾക്ക് ഒരു മടിയുമില്ലാതെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, അഥവാ വൃദ്ധന്മാർ പുറപ്പെടുവിക്കുന്ന ഓരോ ശബ്ദങ്ങളും, അതാണ് the holies. The sounds produced by the old folk. വൃദ്ധന്മാർ ഉണ്ടാക്കുന്ന ഓരോ ശബ്ദങ്ങളും. റൈസ് അപ്പ് ആൻഡ് സ്പിൽ. റൈസ് അപ്പ് ആൻഡ് സ്പിൽ. അത് വളരെ ഉയർന്നു വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ശബ്ദിക്കുന്നു എന്നുള്ളതാണ്. റൈസ് അപ്പ് ആൻഡ് സ്പിൽ. സ്പിൽ മീൻസ് ഇറ്റ് ഈസ് റിലീസ്ഡ്, ഇറ്റ് ഈസ് ലീക്ക്. അതാകെ പരന്നു കിടക്കുന്നു, അത് വേണ്ട എവിടെ പോകണം അത്രത്തോളം അത് പരന്നു കിടക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് അവർ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഓവർ എനി വേ ദ വാണ്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. സോ ദ ഓൾഡ് ഫോക്സ് ദ പ്രൊഡ്യൂസ് ഹോളീസ്. ദ ഓൾഡ് ഫോക്സ് ദ പ്രൊഡ്യൂസ് സെർട്ടൈൻ സൗണ്ട്സ് ആസ് ദ വാണ്ടഡ്. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോദർ അബൌട്ട് ദ പീപ്പിൾ അറൗണ്ട് ദം. അവർക്ക് ചുറ്റുമുള്ള ആളുകളെ കുറിച്ച് അവർ യാതൊരു തരത്തിലും ബോധവാന്മാരല്ല, അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട കാര്യവും അവർക്കില്ല എന്നുള്ളതാണ്. When old folks laugh, they free the world. They turn slyly knowing the best and the worst of remembering. When old folks laugh, അങ്ങനെ നമ്മൾ ഈ വൃദ്ധന്മാർ, ഈ വയസ്സായ ആളുകൾ ചിരിക്കുന്ന സമയത്ത് ദ ഫ്രീ ദ വേൾഡ്, അവർ ലോകത്തെ തന്നെ സ്വതന്ത്രമാക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ തന്നെ സ്വതന്ത്രമാക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം?
They give a lesson for the youth people. They give a lesson for the younger generation how to love wholeheartedly. എങ്ങനെ ആത്മാർത്ഥമായിട്ട് ചിരിക്കാം എന്നുള്ളത് യുവതലമുറയെ അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് വേണം പറയാൻ. വെൻ ഓൾ ടു ഫോക്സ് ലവ് ദ ഫ്രീ ദ വേൾഡ്, അവർ ലോകത്തെ തന്നെ സ്വതന്ത്രമാക്കുന്നു എന്ന് പറയുമ്പോൾ, the turn slyly knowing the best and the worst of remembering. The turn slowly and slyly knowing. Slyly knowing, it means that expression suggesting secret knowledge. Slyly knowing means they know all the secrets which happen in the society, which happen in the world. ലോകത്തിലുള്ള, രാജ്യത്തിലുള്ള, സമൂഹത്തിലുള്ള എല്ലാ സീക്രട്ടുകളും രഹസ്യങ്ങളും അവർക്കറിയാം എന്നുള്ളതാണ്. They turn slyly knowing the best and the worst. They know exactly what is the best. They know exactly what is the worst among the society. And they know all the secrets. The slyly knowing means they know all the secrets which stand in the society. സമൂഹത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും അവർക്കറിയാം, സമൂഹത്തിലുള്ള നല്ലതും ചീത്തതും അവർക്കറിയാം എന്നുള്ളതാണ്. The best and the worst of remembering. As far as old folks are concerned, they know all the secrets, know what is best, they know what is worst, they know what provides advantage, they know what provides profit, they know what provides loss in one's life. ഒരാളുടെ ജീവിതത്തിൽ എന്താണ് അഡ്വാൻറ്റേജ് നൽകുക, എന്താണ് നഷ്ടം നൽകുക, ഇതൊക്കെ അവർക്ക് അറിയാമെന്നുള്ളതാണ്. Saliva glistens in the corners of their mouths. Their heads wobble on brittle necks, but their laps are filled with memories. Saliva glistens in the corners of their mouth. Saliva, we know that. Saliva എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉമിനീർ. Saliva glistens in the corners of their mouth. So when they laugh or when they smile wholeheartedly before anyone, saliva glistens in the corner of their mouths. വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചിരിക്കുന്ന സമയത്തെ അവരുടെ വായിൽ ഉള്ള ഉമിനീർ അത് തിളങ്ങുകയാണ് എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ട് ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെയാണ് ഉമിനീർ വരുന്നത്. Their heads wobble on brittle necks. ഒരു പക്ഷേ their heads wobble means move unsteadily from side to side. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന, ചാഞ്ഞു പോകുന്ന അവസ്ഥക്കാണ് wobble എന്ന് പറയുന്നത്. ഒരു പക്ഷേ on the one hand their heads wobble, അവരുടെ there is no steadiness for their head. They are weak physically അവർ വീക്കാണ്. അതുകൊണ്ട് അവരുടെ തല ശരിയായ വണ്ണം നേരെ നിൽക്കുന്നില്ല. It is wobbling, it is shaking here and there. It has got unsteady movement. തല അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ട് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്, ശരിയായിട്ട് നിൽക്കുന്നില്ല. Their heads wobble. അതാണ് അവരുടെ ഒരു ഇനബിലിറ്റി എന്ന് പറയുന്നത്, lack of strength. Of brittle necks എന്ന് പറയുമ്പോൾ hard but likely to break easily. പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുള്ള, hard but likely to break easily. പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതാണ് brittle എന്ന് പറയുന്നത്. ബ്രിറ്റിൽ നെക്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആ നെക്കിന് മുകളിലാണല്ലോ അവരുടെ തലയുള്ളത്. പക്ഷെ അതൊക്കെ എന്താണ്, ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് സ്ട്രെങ്ത്. അതിന് വേണ്ടത്ര ആരോഗ്യമില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അവർക്ക് ഫിസിക്കലി ദേ ആർ നോട്ട് അറ്റ് ഓൾ സ്ട്രോങ്, അവർ ആരോഗ്യമില്ലാത്തവരാണ്, ശരി തന്നെയാണ്. ബട്ട് their laps are filled with memories. എന്നാൽ അവരുടെ മടിത്തട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളും സ്നേഹവും നിറഞ്ഞതാണ്. Their laps are completely fulfilled. Their laps are completely filled with memories, completely filled with affection, completely filled with love. അവരുടെ മടിത്തട്ട് എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ഓർമ്മകൾ കൊണ്ടും നിറഞ്ഞതാണ് എന്നുള്ളതാണ്. When old folks love, they consider the promise of dear painless death and generously forgive life for happening to them. When old folks love, they consider the promise of dear painless death. വൃദ്ധന്മാർ ചിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, they are welcoming the death, they are welcoming painless death. വേദനയില്ലാത്ത മരണത്തെ അവർ സ്വീകരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. When old folks laugh wholeheartedly before the society, it is altogether symbolizes that they are welcoming painless death. അവർ
വേദനയില്ലാത്ത മരണത്തെ അവർ ആലിംഗനം ചെയ്യുന്നു. അതല്ലെങ്കിൽ മരണത്തെ അവർ ആലിംഗനം ചെയ്യുന്നു, അല്ലെങ്കിൽ മരണത്തെ അവർ വേദന ഇല്ലാതാക്കി മാറ്റുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. And generously forgive the life for happening to them. And generously forgive. അവർ മാപ്പ് നൽകുന്നു, വിശാലമായിട്ട് തന്നെ അവർ മാപ്പ് നൽകുന്നു. Generously forgive life for happening to them. Whatever the obstacles, whatever the hindrances, whatever the difficulties that they have come across in their life, from the society, from the wretched society, ഈ wretched ആയിട്ടുള്ള വളരെ ദുഷ്പ്രവർത്തികൾ നിറഞ്ഞ സമൂഹത്തിൽ നിന്നും കിട്ടിയ അവരുടെ ദുരിതപൂർണമായ അനുഭവങ്ങൾക്കെല്ലാം they forgive generously. അവർ മാപ്പ് നൽകിയിരിക്കുന്നു എന്നും കൂടെ വേണം അവരുടെ ചിരിയിൽ നിന്നും മനസ്സിലാക്കാൻ. So this poem is written by Maya Angelou. Best of luck. Thank you.